ഇപ്പോൾ കാണുന്നതെല്ലാം ഇവിടുത്തെ കായൽ കടൽ സ്പെഷ്യൽ വിഭവങ്ങൾ മാത്രമാണ്. ഇതുകൂടാതെ ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ മറ്റു വിഭവങ്ങളും കൂടെ സ്പെഷ്യലായിട്ട് ഇവിടെ കിട്ടും. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരത്താണ് ഉള്ളത്. നല്ല മഴയുള്ള ദിവസമാണ്. റോഡുകളിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക. കൊച്ചുവേളി, അതായത് ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള നല്ല ഊണും കറികളും കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ വെള്ളം പുറത്ത് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണോ മഴക്കാലം തുടങ്ങിയതിൻ്റെ ആണോ എന്നറിയത്തില്ല, ഒട്ടും ഒരു ശുചിത്വമില്ലായ്മ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാതെ തന്നെ മടങ്ങേണ്ടി വന്നു. പിന്നീട് ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് കണ്ടെത്തിയത് കുറച്ചും കൂടെ അപ്പുറത്തായിട്ട് കാരിക്കകം എന്ന് പറയുന്ന സ്ഥലത്തെ ഷാപ്പിലെ ഫുഡ് കിട്ടുന്ന ഒരു നാടൻ റെസ്റ്റോറൻ്റാണ്. ഊണിനൊപ്പം കൂടുതലായിട്ടും ഷാപ്പിലെ കൂട്ട് എരിവും പുളിയും ഒക്കെ കൂടുതലായിട്ടുള്ള കറികളാണ് ഇവിടെ കിട്ടുന്നത്. ഊണിനൊപ്പം നല്ലൊരു മീൻ കറിയും ഒപ്പം തന്നെ മീൻ വിഭവങ്ങളുമാണ് ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മീൻ ചമ്മന്തി കഴിക്കുന്നത് കേട്ടോ. ഒപ്പം തന്നെ തിരുവനന്തപുരത്തൊക്കെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ചോറിനൊപ്പം കുറച്ച് കപ്പ കൊടുക്കും. ഈ കപ്പയ്ക്കൊപ്പം ഒഴിച്ച് കഴിക്കാനായി മീൻ കറിയും ഉണ്ടാവും. ഇതാണ് ഇവരിവിടെ പറഞ്ഞ മീൻ ചമ്മന്തി. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. മീൻ ചമ്മന്തി എന്ന് പറയുന്നൊരു വിഭവം അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വിഭവം കഴിക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ടേ. ഊണിനൊപ്പം കപ്പപ്പുഴുക്ക് കുറച്ചേ കിട്ടുകയുള്ളൂ എങ്കിലും ആ കപ്പയിലേക്ക് മീൻകറി ഒഴിച്ച് ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ നല്ലതാണ്. മീൻ വിഭവങ്ങളിൽ കൂടുതലും കായൽ മത്സ്യങ്ങളാണ്. വരാല്, കാരി, തിലോപ്പി ഇങ്ങനെയുള്ള കായൽ മത്സ്യങ്ങളും പിന്നെ കുറച്ച് കടൽ മത്സ്യങ്ങളുമാണ് മീൻ വിഭവങ്ങളിലുള്ളത്. ഞങ്ങൾ തിരഞ്ഞെടുത്തത് അതിൽ നിന്നും കാരിയാണ് കേട്ടോ. ഊണിനൊപ്പം ഒഴിച്ചു കറിക്കാനായി സാമ്പാറും മീൻകറിയും പുളിശ്ശേരിയും എല്ലാം ഉണ്ട്. ഞാൻ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് മീൻകറിയും പുളിശ്ശേരിയുമാണ്. ഈ കാരി ഫ്രൈയുടെ മേലെ കാണുന്ന പൊടിയുണ്ടല്ലോ, തേങ്ങ വറുത്ത് എന്തോ ഒരു സംഭവത്തിൽ അവരുണ്ടാക്കിയതാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് ഞാനത് ചോദിച്ച് മേടിക്കുകയും ചെയ്തു. എൻ്റെ റെസിപ്പി എന്താണ്, എൻ്റെ കൂട്ട് എന്താണെന്നൊന്നും അവർ പറഞ്ഞു തന്നില്ല. പക്ഷേ ഈ ഒരു പൊടി, ഇതിൻ്റെ മേലെ ഇട്ടേക്കുന്ന ഈ ഒരു തേങ്ങ കൊണ്ടുണ്ടാക്കിയേക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു പൊടി വളരെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് മാച്ചാകുന്നുണ്ട്. പക്ഷേ പൊതുവേ എനിക്ക് കായൽ മത്സ്യങ്ങളോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം കാരിയുടെ ടേസ്റ്റ് എനിക്കത്ര പിടിച്ചില്ല. അത് അവരുണ്ടാക്കിയേക്കുന്നതിൻ്റെ കുഴപ്പമല്ല, എനിക്ക് ആ മത്സ്യത്തോട് വലിയൊരു താല്പര്യം തോന്നിയില്ല, അതുകൊണ്ടായിരിക്കണം. കായൽ മത്സ്യങ്ങൾ അധികം ഞാൻ ചൂസ് ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയാതെ പോയത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിത് സെലക്ട് ചെയ്യില്ലായിരുന്നു, മറ്റ് മത്സ്യങ്ങൾ മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ. ഷാപ്പിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം, ഷാപ്പിൽ കിട്ടുന്ന ഭക്ഷണം നിങ്ങൾക്കറിയാമായിരിക്കും, കുറച്ച് എരിവും പുളിയും ഒക്കെയുള്ള നോൺ വെജ് ഫുഡുകളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകുക. അങ്ങനെ ഷാപ്പിലെ ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം തിരുവനന്തപുരത്തെ കാരിക്കകത്തുള്ള ഷാപ്പിലെ കറികൾ കിട്ടുന്ന ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എനിക്ക് ഇങ്ങനത്തെ ഫുഡുകൾ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുത്തത്. അപ്പോൾ മറ്റൊരു രുചിവിശേഷവുമായി മറ്റൊരു രുചിയെടുത്ത് വെച്ച് വീണ്ടും കാണാം. നിങ്ങൾ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ. വീണ്ടും കാണുന്നവരെ നന്ദി.